എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. റൈറ്റ് വിഷൻ വാർത്തയിൽ നടപടിയുമായി അധികൃതർ. മുഗാരിക്കുന്ന SMT സ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ് ഇംപാക്ട്. 5 മാസങ്ങൾക്ക് മുൻപ് സിന്തറ്റിക് മാതൃകയിലാക്കാൻ വേണ്ടി ആരംഭിച്ച ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നത് റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് നടപടി. ഗ്രൗണ്ട് പുനർനിർമ്മാണം പാതി വഴിയിൽ നിർത്തിയതോടെ വേനൽ അവധിക്കാലത്ത് ഗ്രൗണ്ടിനെ ആശ്രയിച്ച് മാത്രം നടന്നിരുന്ന കായിക വിനോദങ്ങളും പരിശീലന ക്യാമ്പുകളും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെയും വൈകിട്ടും നടക്കാൻ വരുന്നവർക്കും ഗ്രൗണ്ടിന്റെ അവസ്ഥ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ചേലക്കരയുടെ തനത് കായിക വിനോദമായ തലമ പന്ത് കളി ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പണി പാതി വഴിയിൽ നിന്നത് തലമ പന്ത് കളിയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിന്നിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച സ്പോർട്സ് കൌൺസിലാണ് ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി തുടങ്ങിയ ജനപ്രതിനിധികൾ അടിയന്തര ഇടപെടൽ നടത്തി കരാറുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ്, വാർഡ് മെമ്പർ സുരേഷ് കലാമണ്ഡലം എന്നിവർ പറഞ്ഞു. ചേലക്കര SMT സ്കൂളിലെ മുവാരിക്കുന്ന് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ സ്ഥിരമായിട്ട് ആളുകൾ രാവിലെ നടക്കാനിറങ്ങുന്ന ഒരു ഗ്രൗണ്ടാണ്, വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ പല ടൂർണമെൻറ്റുകളും കളികളും എല്ലാം നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് അവിടെ വർക്കുകൾ നടക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല. അപ്പോൾ യുവതി യുവാക്കളായിട്ടുള്ള എല്ലാവർക്കും വളരെ അധികം ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ കുറച്ചു കാലം നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്നാലും അത് ഭാവിയിൽ നമുക്ക് നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു മനസ്സിലെല്ലാവരുടെയും ആ ഒരു ചിന്താഗതി എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പ്രവർത്തികൾ അവിടെ മുടങ്ങിക്കിടക്കുമായിരുന്നു. അത് പല ആളുകളും നമുക്ക് പഞ്ചായത്തിലും നേരിട്ടും എല്ലാം ചാനൽ മുഖേന എല്ലാം നമുക്ക് ഈ പരാതികൾ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ ഗ്രൗണ്ട് പോയി സന്ദർശിച്ചു. അപ്പോൾ അവിടെ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ ആ വർക്ക് നടക്കുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ വർക്കാണ് നടക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പഞ്ചായത്തിന് പ്രസിഡന്റ് അതുപോലെ തന്നെ വിനോദ് പന്തലാടി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അവരൊക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയുള്ള മറുപടി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ മൂലമാണ് പ്രവർത്തികൾ പാതി വഴിയിൽ നിർത്തിയതെന്നാണ് കരാറുകാർ പറയുന്നത്. എന്നാൽ നിലവിൽ ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന JCBയിൽ സാമൂഹ്യ വിരുദ്ധർ മണ്ണ് വാരിയിട്ട് പെട്രോൾ ടാങ്ക് അടക്കം നശിപ്പിച്ച നിലയിലാണെന്ന് കരാറുകാർ പരാതിപ്പെട്ടതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഇത് സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗമായിട്ട് അവർ നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ കോൺട്രാക്ടർമാരെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവരുമായി സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 1 മാസം മുന്നേ അവർ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 2-3 തവണയായി മഴ കാരണം അവർക്ക് ആ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്നിരുന്ന JCBയിൽ കുറച്ച് തകരാറ് പ്രശ്നങ്ങൾ കാരണം സാമൂഹ്യ വിരുദ്ധർ അതിൽ മണ്ണ് വാരിയിട്ട് പെട്രോൾ ടാങ്ക് വരെ നാശാക്കി കഴിഞ്ഞു എന്നുള്ളൊരു ആരോപണം കോൺട്രാക്ടർ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരത് കംപ്ലൈൻ്റ് ആണ്, നേരാക്കിയിട്ടില്ല എന്നുള്ള നിരന്തരമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും പണി പുനരാരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ പറയുന്നത്. മഴയുടെ സാധ്യത അനുസരിച്ചിട്ടാണ് നമുക്കത് കൂടുതലായി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർ ഞങ്ങൾ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ അതിനുള്ള റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ ഗ്രൗണ്ടിന്റെ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുമെന്നാണ് കരാറുകാർ ഉറപ്പു നൽകിയതെന്നും പഞ്ചായത്ത് അറിയിച്ചു.
ബാക്ക് ടു സ്കൂളോ? ഓ ബാഗിൻ്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഓ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓ എൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെ എടുക്കുക. അയ്യോ ബാഗ്, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്കുക. അതൊക്കെ അവിടെ വെക്കുന്ന ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടിൽ, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിൻ്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 ഉള്ളൂ കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർ വാലിക്കുണ്ട് പോരിട്ടങ്ങള്.